വർക്ക് ലൈഫ് ബാലൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ ചിന്തിപ്പിച്ച ഒരു ഇൻസിഡന്റ് ആയിരുന്നു അല്ലെ അന്ന സെബാസ്റ്റ്യൻ അവരുടെ ആ ഒരു മരണം. അവർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. വെറും 26-ാമത്തെ വയസ്സിൽ അവരുടെ ആ ഒരു ഇമ്മൻസ് വർക്ക് പ്രഷർ കാരണം ആ മാതാപിതാക്കൾക്ക് ഹാർട്ട് അറ്റാക്ക് മൂലം ആ ഒരു മകളെ നഷ്ടപ്പെട്ടു. ഇതൊരു വെറും ഒരു അന്നേന്റെ മാത്രം ഇഷ്യൂ അല്ല. കുറെ പേര് ആ സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, മീഡിയാസിലാണെങ്കിലും സോഷ്യൽ മീഡിയാസിലൊക്കെ ആണെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു വർക്ക് പ്ലേസിലെ എക്സ്പീരിയൻസ്, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ഇതേ സെയിം ഇഷ്യൂ പറഞ്ഞു വന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസും ഇതെല്ലാം വന്നിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയാസിലും വരുന്ന പുതിയൊരു ടോപ്പിക് വരുന്ന സമയത്ത് നമ്മൾ പഴയതിനെ മറക്കും എന്ന് പറയുന്ന പോലെ ഒരു 1 or 2 വീക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും മറന്നുപോയി ഈ ഇഷ്യൂ. അതുപോലെ എന്താ പറയാ, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ ഒരു ചേഞ്ചും ഇല്ലാതെ തന്നെ എല്ലാ ഇഷ്യൂവും പോലെ അത് കടന്നുപോയി. അപ്പം ഇതൊരു വെറും ഒരു അന്നേന്റെ മാത്രം ഇഷ്യൂ അല്ല. ഇപ്പോ എന്താ പറയാ, ഇത് അവരുടെ ഒരു ഫൈനാൻസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ടെക് ഇൻഡസ്ട്രിയിലാണെങ്കിലും എസ്പെഷ്യലി IT-ലാണെങ്കിലും മെഡിസിനൽ ഫീൽഡിൽ എല്ലാവരും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താ, ഓവർ ആയിട്ട് വരുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ ഈ ഉറക്കമില്ലാത്ത ലോങ് വർക്കിംഗ് അവേഴ്സ്, അവരുടെ പ്രോപ്പർ ഒരു ലൈഫ് സ്റ്റൈൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊക്കെ. അതുപോലെ ഈ പ്രഷറൊക്കെ കൊണ്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന നമ്മുടെ ഹെൽത്ത് സിറ്റുവേഷൻസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ടോപ്പിക്കും ഇതാണ്. നമ്മൾ എങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് പ്രഷറിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. എന്റെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ ഡെഫിനറ്റ് ആയിട്ടും കമന്റ് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എന്റെ പേര് അന്നു എന്നാണ്. ഞാൻ ഇതുപോലെ ടെക് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, എസ്പെഷ്യലി റിയാക്ടില്, അതുപോലെ നെക്സ്റ്റ്.js, നോട്ട്.js, ഡെവോപ്സ്, PHP ഒക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ചാനലിൽ. ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. എന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. 2015 ബിടെക് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു സ്റ്റാർട്ടപ്പിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത്. വളരെ ചെറിയൊരു കമ്പനി, ഒരു 5 ഡെവലപ്പേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഒരു 4 ടെസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ചെറിയൊരു കമ്പനി. എന്താ, ഓപ്പറേഷണൽ ടീം എന്നൊന്നും പറഞ്ഞിട്ടൊരു ടീം ഇല്ല, എല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു കേസായിരുന്നു കേട്ടോ. അപ്പോ നിങ്ങൾ സ്കാല എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഹഡൂബ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഹൈവ്, ഹഡൂബ് ആർക്കിടെക്ചറിലായിരുന്നു. ഇത് രണ്ടും ഉണ്ടായിരുന്നു. ജാവ ഉണ്ടായിരുന്നു, സ്കാല ഉണ്ടായിരുന്നു. അപ്പം എന്നെ സെലക്ട് ചെയ്തത് ഈ ഒരു സ്കാലയിലായിരുന്നു. ആക്ച്വലി ഞാൻ .NET-ന്റെ ഒരു കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ ഫസ്റ്റ് ഈ കമ്പനിയിൽ സെലക്ട് ആയതുകൊണ്ട് അങ്ങനെ ചേർന്നെന്ന് പറയും. അതാണ് എന്റെ ഒരു കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്റെ ഒരു ജേർണിയിൽ. അതായത് പ്രോപ്പർ ആയിട്ട് ഒരു എയിം ഇല്ലാത്തതുകൊണ്ട് വന്നുപോയ കുറച്ച് മിസ്റ്റേക്കുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ സ്കാല എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ജോലിയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒരു വർക്ക് ഫ്ലോ ഒന്നും അറിയത്തില്ല. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും എനിക്ക് ഇൻഡെപ്ത് ആയിട്ടൊരു നോളജ് ഒന്നും ഇല്ല. .NET പഠിച്ചിട്ടുണ്ട്, പക്ഷെ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഈ ലാംഗ്വേജ് പഠിക്കണം, ഇവരുടെ ഡൊമൈൻ പഠിക്കണം. അപ്പൊ അവിടുത്തെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാത്രമല്ല എല്ലാ എംപ്ലോയീസിനും, ഇപ്പൊ സീനിയേഴ്സ് അടക്കം ഒരുപാട് പ്രൊജക്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പൊ എന്റെ പ്രൊജക്ടിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പ്രൊജക്റ്റിലുള്ളവരും ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലർ 8:30 സ്റ്റാർട്ട് ചെയ്യും, ചിലർ 9:30 സ്റ്റാർട്ട് ചെയ്യണം, മസ്റ്റ് ആണ്. പക്ഷെ ഒരു 7-8 വരെ ഇരിക്കും. അപ്പൊ എന്താ, കണ്ടിന്യൂസ് ഒരു നോർമൽ ആയിട്ട് എല്ലാരും പറയുന്നത് 8 hours എന്നല്ലേ. അങ്ങനെ ഒരു 8 hoursന്റെ റൂൾ ഒന്നും അവിടെ ഇല്ല. നമ്മൾ ഇരിക്കണം. ഇപ്പൊ ഒരാള് എന്താ പറയാ, ഒരു കറക്റ്റ് ആയിട്ട് 6 മണിയാകുമ്പോൾ അവരുടെ, അല്ലെ 6:30 അവരുടെ വർക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവര് അവരൊരു ലേസി എംപ്ലോയി ആയിട്ടാണ് മാർക്ക് ചെയ്യുക. ആക്ച്വലി അവർക്ക് അത് മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടൊരു പ്ലാൻ ഇല്ല. ഇപ്പോഴത്തെ കേസിൽ നമ്മൾ സ്ക്രമ്മും അജൈലും ഒക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു 2 weeks പ്ലാൻ ഉണ്ടാവും. പ്രോപ്പർ ആയിട്ട് ഓരോ ഡേയും ഓരോ എംപ്ലോയിയും ചെയ്യേണ്ട വർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് കറക്റ്റ് ആയിട്ടുള്ള ടൈം എസ്റ്റിമേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ അന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ 9 ഇപ്പൊ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 8:30, മാക്സിമം 9 സ്റ്റാർട്ട് ചെയ്താൽ 8 മണി വരെ ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഹോസ്റ്റലിലും കൂടെ, അവരുടെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ ഡിസ്റ്റൻസിനെ പറ്റി, ജേർണിനെ പറ്റി ഒന്നും, ട്രാവലിങ്ങിനെ പറ്റി ഒന്നും എക്സ്ക്യൂസ് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. സാറ്റർഡേസ് ആണെങ്കിലും വർക്ക് ചെയ്യണം. ഇപ്പൊ ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനമേ നമുക്ക് അവിടെ ഇല്ല. എന്താ പറയാ, ഫാമിലി ഒക്കെ ആയിട്ടുണ്ടായിരുന്നവരുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ ഒക്കെ കേസിൽ ഈ മാരേജ് ഒക്കെ കഴിയുന്ന സമയത്ത് ഫാമിലിന്ന് ഒരു പ്രഷർ വരുമല്ലോ. അത് ഞാൻ കുറച്ച് കഴിയുമ്പോ പറയാം കേട്ടോ. അപ്പൊ വീക്കെൻഡ്സ് അല്ലെങ്കിൽ നമ്മൾ ലീവ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആക്ച്വലി എല്ലാവർക്കും ഒരു മന്ത് ഒരു ലീവ് ഉള്ളതാണ്. അതൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും എക്സ്പ്ലനേഷൻ, മെയില്, അത് വിചാരിക്കുന്ന സമയത്ത് തോന്നും ലീവ് ചോദിക്കണ്ടെന്ന്.
അത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നു. അതിപ്പം ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു ഫേസിൽ കൂടെ പോകുന്ന കുറെ പേരുണ്ടാവും. ഇപ്പോഴും എന്താ പറയാ ഒരു അജൈൽ മെത്തഡോളജിയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാനിങ് വേണം, ഇത്ര ടൈമിലെ വർക്ക് ചെയ്യാവുള്ളൂ എന്നൊന്നും പറയാത്ത അല്ലെങ്കിൽ അറിയാത്ത കുറെ പാവം പിടിച്ച എംപ്ലോയീസ് ഉണ്ടാവും. ഇപ്പൊ അവരുടെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തവര്. അപ്പം നമ്മൾ ഓൾറെഡി സ്ക്രമ്മിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഫോക്കസ് അവേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു ടൈം. ഇപ്പൊ കൂടുതൽ പേർക്കും അത് മോർണിംഗ് ആയിരിക്കും. അതായത് ഏറ്റവും നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു 9 മണി തൊട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി വരെ ആയിരിക്കും നമ്മുടെ ഏറ്റവും നല്ല ഔട്ട്പുട്ട്, ഏറ്റവും ഫ്രഷ് ആയിട്ട് ചിന്തിച്ച് പുതിയ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അവർ. അപ്പൊ ആ അവർ നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിപ്പെൻഡന്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ ഫോക്കസ് അവേഴ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ ഫോക്കസ് അവേഴ്സ് ഫസ്റ്റ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ആ മണിക്കൂറിൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവറോൺമെന്റ്, അത് നമ്മുടെ മാത്രം കയ്യിലല്ല, നമ്മുടെ കമ്പനീന്റെ കൂടെ കയ്യിലായിരിക്കുന്ന എംപ്ലോയീസിന് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള എൻവറോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ആ സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കരുത്, മെസ്സേജസ് ഒന്നും എടുക്കരുത്, എക്സ്ട്രാ വർക്ക് ഡിസ്കഷൻസ് ഒന്നിലും പോകരുത്. എനിക്ക് നമ്മൾ ഡേ തുടങ്ങുമ്പോഴേ നമുക്കറിയാലോ നമുക്ക് ഈ വർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു 3 ഡേയ്സ് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കാണ്. ഇത്ര വർക്ക് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് ടൈം മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന്. അപ്പം ആ ഒരു ഫോക്കസ് അവേഴ്സിൽ നമ്മൾ വേറെ ഒന്നിലേക്കും നമ്മുടെ ശ്രദ്ധ മാറിപ്പോവാതെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങളുടെ ഫോക്കസ് അവേഴ്സ് കണ്ടുപിടിച്ച് പ്രോപ്പർ ആയിട്ട് അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അഡ്ഹോക് ടാസ്കുകളാണ്. അതായത് ഇപ്പോ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സം ഇല്ലാത്തവരുടെ കേസല്ല, പ്ലാനിങ്ങും സ്പ്രിന്റും ഒന്നും ഇല്ലാത്തവരുടെ കേസാണ് പറയുന്നത്. അതായത് ഒരു വർക്ക് നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രയോറിറ്റി ഫസ്റ്റ് ചോദിക്കാം. ഇതിന് ഇത്ര പ്രയോറിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു യൂസർ ഇന്റർഫേസ് ആണെന്ന് വിചാരിച്ചോ. ഇൻ ബിറ്റ്വീന് അവർ പറയാണ് ഈ മീറ്റിംഗിൽ നിങ്ങൾ കയറണം, അല്ലെങ്കിൽ ഈ ഒരു വർക്ക്, ഈ ഒരു ബഗ് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ബഗ് ആയിരിക്കില്ല, ഒരു എക്സ്റ്റേണൽ ബഗ് ആയിരിക്കും, അത് നിങ്ങൾ ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്ക് ഹൈ പ്രയോറിറ്റി വർക്കാണ് എന്റെ കയ്യിലുള്ളത്, എനിക്ക് ഇത്ര നമ്പർ ഓഫ് ഹവേഴ്സ് അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഈ വർക്കിന് എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്, എനിക്ക് ഇതിനാണ് പ്രയോറിറ്റി, ഞാൻ ഇത് ചെയ്യാന്നുള്ളത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് മെയിൽ ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. എന്തെങ്കിലും ഒരു ഇനി അവര് പറയാണ് അതിന്റെ മേലെ നിങ്ങൾ ഈ വർക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നിങ്ങൾക്ക് ഒരു മറ്റേ വർക്ക് ഡീവിയേറ്റ് ചെയ്തു പോയതിന് നിങ്ങൾക്ക് റീസൺ കാണിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി ആ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങനെ മെയിൽ ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിലും ഒരു എവിഡൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് മാക്സിമം ഈ ഒരു അഡ്ഹോക് ടാസ്കുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ എക്സ്പ്ലനേഷൻ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു എല്ലാം പറഞ്ഞ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയതിനു ശേഷം എക്സ്ട്രാ വർക്ക് എടുക്കാൻ പോവുക. പിന്നെ നമ്മൾ ഏറ്റവും കുറേ പേരെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ടോക്സിക് ആയിട്ടുള്ള മാനേജേഴ്സ്. അതായത് ചില ആൾക്കാരുടെ വിചാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് ഏറ്റവും നല്ല എംപ്ലോയീസ്, അല്ലെങ്കിൽ രാത്രി 12 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് ഏറ്റവും നല്ല എംപ്ലോയീസ് ആണ്. ആക്ച്വലി അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പൊ കുറെ പേരുടെ കേസ് സ്റ്റഡീസ് ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതായത് ഒരു എംപ്ലോയിക്ക് മാക്സിമം 8 hours ആണ് അവർ അലോട്ട് ചെയ്യുന്നത്. അതിപ്പോ കമ്പനീസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാലും നമുക്കൊരു കോമൺ കേസ് പറയുവാണെന്നെങ്കിൽ 8 hours ആണ്. ഒരാള് 8 hours കൂടുതൽ ഇരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ അവർ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു എന്താ ആ ഒരു എംപ്ലോയിന്റെ ഇൻഎഫിഷ്യൻസി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കേസിനെ എൻകറേജ് ചെയ്യുമ്പോൾ അവർ ഇതിനെ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ്. അദ്ദേഹം ഇങ്ങനെ ആദ്യം ഒരു 2.5 വർഷം അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തു, ഇന്ത്യയിൽ വർക്ക് ചെയ്തു. എന്നിട്ട് അയാൾ ജർമ്മനി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, എനിക്ക് കറക്റ്റ് ആണോ എനിക്ക് ഓർമ്മയില്ല, ആക്ച്വൽ കൺട്രി എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതുപോലെ റീലൊക്കേറ്റ് ചെയ്തു, അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ വർക്ക് കൾച്ചർ ഫോളോ ചെയ്ത് അദ്ദേഹം എന്താ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി ഒരു 10 മണി വരെ 7 മണി വരെയൊക്കെ ഇരുന്ന് എന്റെ മാനേജറിനെ ഇംപ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു 2-3 ദിവസം മാനേജർ ഇത് നോട്ടീസ് ചെയ്തു. 3-ാമത്തെ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ 8 hours നിങ്ങളുടെ
കൂടുതൽ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ അത്ര നോളജ് ഇല്ലാത്ത നമ്മുടെ എക്സ്പീരിയൻസിനെയും നോളജിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് രാത്രി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന വർക്ക് ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക. അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ഉണ്ടാവണം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും തമ്മിൽ ഒരു പ്രോപ്പർ ബൗണ്ടറി എല്ലാവർക്കും ഉണ്ടാവണം. അത് എന്താ പറയാ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലാതെ രാത്രിയും പകലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും ഇത് ബാധിക്കാൻ തുടങ്ങും. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോ പറയാൻ പഠിക്കുക. ഇത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഞാനും അത് ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചില കേസിൽ നമ്മുടെ മാനേജേഴ്സ് ഭയങ്കര ക്രൂവൽ ആയിരിക്കും. അതായത് എന്താ പറയാ, നമുക്ക് തിരിച്ച് എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അവര് ഒട്ടും ചെവിക്കൊള്ളൂല. അപ്പൊ നമുക്ക് നോ പറയാൻ പേടിയായിരിക്കും. നമ്മൾ എക്സ്ട്രാ വർക്ക് തന്നിട്ടുണ്ടെങ്കിലും എന്ത് തന്നിട്ടുണ്ടെങ്കിലും ഡേ ആൻഡ് നൈറ്റ് ഇരുന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള മാനേജേഴ്സ് ആയിരിക്കും. അവര് ഇങ്ങനെ നമ്മളെ കയ്യിലെടുക്കും. കയ്യിലെടുത്തിട്ട് അവരുടെ എക്സ്ട്രാ വർക്ക് നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോഴും നമുക്ക് എങ്ങനെയാ പറയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടി കൂട്ടി എല്ലാ വർക്കും ഇങ്ങനെ നമ്മുടെ തലയിലോട്ട് എടുത്തു വെക്കും. ഈ രണ്ട് കേസിലും നമ്മൾ നോ പറയാൻ പഠിക്കുക. അതായത് എല്ലാവർക്കും എനിക്ക് ചെയ്യാൻ പറ്റൂല. എനിക്ക് ഫിയർ ഓഫ് റീഫാക്ടറിങ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ഒരു പുതിയ വർക്ക് വരുന്ന സമയത്ത് എനിക്ക് ചെയ്യാനേ പറ്റൂല, എനിക്ക് അറിയില്ല, അങ്ങനെ എക്സ്ക്യൂസസ് പറയാനല്ല പറയുന്നത്. ഓവർ വർക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ അവർ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം ഈ വർക്കിന് എനിക്ക് അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല, ഇതിൽ എക്സ്ട്രാ ടൈം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷം നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ നല്ല ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ഇന്ന പോലെ ഇഷ്യൂ ഉണ്ട്, ഇത് ഓവർ ടൈം ആണല്ലോ, ഓവർ ടൈം റിക്വയർഡ് ആയിട്ടുള്ള ടാസ്ക് ആണ്, അല്ലെങ്കിൽ എനിക്ക് സാറ്റർഡേ സൺഡേ ഇന്ന പോലെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഓഫ് ടൈം എന്താ പറയാ വീക്കെൻഡ്സിൽ വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എക്സ്ട്രാ ടൈം എപ്പോഴും സ്പെൻഡ് ചെയ്യൂല നിങ്ങൾ പറയരുത്. ചിലപ്പോൾ കമ്പനിക്ക് ചില എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇപ്പൊ പുതിയ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്ന സമയത്തോ അത് ചില എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. കാരണം കസ്റ്റമേഴ്സ് ഇല്ലാതെ നമുക്കും കാര്യമില്ലല്ലോ. അവരെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ടൈം ഒക്കെ ഇരിക്കേണ്ടി വരും. അത് ചിലപ്പോൾ, അത് അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, ചിലപ്പോൾ മാത്രം. അത് കണ്ടിന്യൂസ് ആയിട്ട് അതൊരു നേച്ചർ ആയിട്ട് ഒരു കൾച്ചർ ആയിട്ട് രൂപപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. അതിപ്പോ രണ്ടുപേരും കീപ്പ് ചെയ്യണം. ഇൻഡിവിജ്വൽസ് ആണെങ്കിലും കമ്പനീസ് ആണെങ്കിലും കീപ്പ് ചെയ്യണം. ഇപ്പൊ എംപ്ലോയീസിന്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞ പോലെ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നോ പറയാൻ പഠിക്കുക. വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞാൽ ഡിസ്കണക്ട് ആയി എടുക്കുക. അതായത് നമുക്ക് എല്ലാം വേണമല്ലേ, നമ്മുടെ ഫാമിലി വേണം, നമ്മുടെ ഫ്രണ്ട്സ് വേണം, നമ്മുടെ ജോബ് വേണം. സോ ഈ ഒരു ടൈം കഴിയുമ്പോൾ, വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുക. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനാണെങ്കിലും ഫിസിക്കൽ ഒരു റിലേഷൻഷിപ്പിനാണെങ്കിലും ആവശ്യമുള്ള കാര്യമാണ്. അതേപോലെ കമ്പനീസ് ആണെങ്കിലും ആ ഒരു പേഴ്സണൽ ടൈം റെസ്പെക്ട് ചെയ്യുക. ഇപ്പം ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള മെയിൽസ് ആണെങ്കിലും ഒക്കെ അവര് എൻകറേജ് ചെയ്യാതിരിക്കുക, ഡിസ്കറേജ് ചെയ്യുക. അതുപോലെ ഈ ഓവർ ടൈം വർക്കിനെ ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക, അറ്റ്ലീസ്റ്റ് ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക. ഒരാള് അത് സ്റ്റാർട്ട് ചെയ്തു, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചു പേര് അത് ഫോളോ ചെയ്യും. ചിലപ്പോൾ തീരെ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു സെറ്റ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാവും. അവിടെയാണ് ഞാൻ ഈ പെൺകുട്ടികളുടെ കാര്യം പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇപ്പോ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാല്, ഈ ചില പെൺകുട്ടികളുണ്ടാവും. ഇപ്പൊ ഗേൾസിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബിടെക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും 21 അല്ലെങ്കിൽ 22 ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ ആ പ്രായത്തിലെ പിടിച്ച് കെട്ടിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഒരു 1 ഇയർ കഴിഞ്ഞ് ഇവര് ഒരു ജോബിലേക്ക് ഇന്നായി തുടങ്ങുമ്പം അവരുടെ മാരേജ് കഴിയും. മാരേജ് കഴിയുമ്പോൾ ഇവര് വർക്കിന്റെ സ്ഥലത്ത് അവർക്ക് ഹെവി പ്രഷർ ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ ഡൊമൈൻ പഠിക്കണം, വർക്ക് കൾച്ചർ പഠിക്കണം, ഈ ലാംഗ്വേജ് പഠിക്കണം, ഫ്രെയിം വർക്ക് പഠിക്കണം, എല്ലാം പഠിക്കണം. പുതിയ പുതിയ സൊല്യൂഷൻസ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാമേഴ്സും കോഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ അതിനകത്ത് പറഞ്ഞായിരുന്നു, ഒരു 3-4 ഇയേഴ്സ് കൊണ്ട് ഗ്രാജുവലി നമ്മൾ കോഡറിൽ നിന്ന് പ്രോഗ്രാമറിലേക്ക്, അതായത് ജസ്റ്റ് കോഡിങ് ചെയ്യുന്ന ആളിൽ നിന്ന് സൊല്യൂഷൻ ഡിസൈനറിലേക്ക് നിങ്ങൾക്കൊരു ജേർണി, ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്ന്. അപ്പൊ ഈ ഒരു ഗ്രോത്തിലൊക്കെ സഫർ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ കയ്യിലേക്കാണ് ഒരു പുതിയ ഫാമിലിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ വരുന്നത്. ഇപ്പം രണ്ട് സൈഡിലും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും നമുക്ക്. അതായത് അവർക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സൈഡിൽ നിന്ന് പ്രോബ്ലംസ് വരാൻ തുടങ്ങും. കമ്പനിക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് തരുന്നില്ല, നമ്മൾ കമ്പനിക്ക് കൊടുക്കേണ്ട ഒരു സമയം ഉണ്ടല്ലോ, 8 മണിക്കൂർ, അത് നമ്മൾ കൊടുത്തേ പറ്റൂ. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തേ പറ്റൂ. അതിൽ കൂടുതലും ടൈം വേണമെന്ന് വാശി പിടിക്കുന്ന കമ്പനി ആണെങ്കിൽ
അങ്ങനെയാണ് കുറെ പേര് ഈ ജോലി കളഞ്ഞിട്ട് പോകുന്നത്. അതായത് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രഷർ വന്നാൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒക്കെ കേസിൽ ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു ഫാമിലിയാണ്, പ്രത്യേകിച്ച് കുട്ടികളും കൂടെ വരുന്ന സമയത്ത് അവരുടെയും കൂടെ കാര്യം നമ്മുടെ കുട്ടികളല്ലേ, അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ, നമ്മൾ നോക്കണം ഡെഫിനറ്റ് ആയിട്ടും അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ നോക്കണം. അപ്പം എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ കൂടുതലും പെൺകുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ജോലി നിർത്തിയിട്ട് പോരുന്നത്. അപ്പൊ പോയി കുട്ടികളൊക്കെ ഒരു ഏജ് ആയി കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു വരണം എന്ന് വെച്ചാൽ ഈ കരിയർ ഗ്യാപ്പ് കൊണ്ട് പിന്നെയും ബുദ്ധിമുട്ടായിരിക്കും. ഒരു ചെറിയ സാലറി സ്റ്റാർട്ട് ചെയ്യാൻ ചിലർക്ക് പോലും എന്താ പറയാ ഫാമിലി ഇപ്പൊ മെയ്ഡൊക്കെ ഒക്കെ നിർത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാലറി നമുക്ക് കിട്ടിയാലല്ലേ അത് നമുക്ക് നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ബോയ്സ് ഒക്കെ ആണെങ്കിൽ കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. ഇപ്പൊ നിങ്ങളുടെ വൈഫൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ ഇഷ്യൂസും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണറും. സോ നിങ്ങളെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു പ്രൊഫഷണൽ ലൈഫ് നിങ്ങളെ പോലെ തന്നെ പ്രൊഫഷണൽ ലൈഫ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ റൈറ്റും ഉള്ള ആളാണ് നിങ്ങളുടെ പാർട്ട്ണറും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ഈ ഒരു പീരീഡ് എസ്പെഷ്യലി മാരേജ് കഴിഞ്ഞ് പിള്ളേര് വളർന്നു വരുന്ന ആ ഒരു പീരീഡിൽ ഭയങ്കര ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെയൊക്കെ ജോബിന്റെ കേസിൽ ഒന്നും സ്റ്റേബിൾ അല്ല. നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്നുണ്ടെങ്കിൽ പോലും പുതിയ പുതിയ ആഡ് ഓൺ ചെയ്യാം, പുതിയ പുതിയ ലൈബ്രറീസ്, പുതിയ പുതിയ ലാംഗ്വേജസ്, പുതിയ പുതിയ ഫ്രെയിംവർക്സ്, പുതിയ പുതിയ ടെക്നോളജീസ് ഇത് വരുവാണ്. ഇത് പഠിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. IT ഇൻഡസ്ട്രിയിൽ നല്ല ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, ലേൺ ചെയ്യുക, കോൺസ്റ്റന്റ് ലേണിംഗ് എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പം ഒരുമിച്ച് വളരാൻ ശ്രമിക്കുക. അത്രയൊക്കെയാണ്. അതാണ് ഇപ്പൊ തിരിച്ചു കിട്ടോ നമ്മള് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സപ്പോർട്ട് പോലെ തന്നെ തിരിച്ചും സപ്പോർട്ട് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കുക. വർക്ക് പ്രഷർ ഉള്ള ഒരു ഇന്ത്യയിലൊക്കെ ജീവിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വർക്ക് പ്രഷർ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഇപ്പൊ എന്റെ ഒക്കെ കേസിൽ ഞാൻ ഗേൾസ് കോളേജിലായിരുന്നു പഠിച്ചത് ട്ടോ. ഏകദേശം ഒരു 60 പേരുള്ള ഒരു ബാച്ച് ആയിരുന്നു. അപ്പം ഇപ്പൊ ഒക്കെ ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് ഒരു 10 പേര് പോലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നില്ല, ഒരു IT-യിൽ ഇല്ല. കുറെ പേരൊക്കെ ബാങ്കിങ് ഇൻഡസ്ട്രിയിലേക്കൊക്കെ പോയി. പിന്നെ കുറച്ച് പേര് ഡെവലപ്മെന്റിലൊന്നും തീരെയില്ല. ഒന്നോ രണ്ടോ പേര്, മൂന്നോ നാലോ പേരുണ്ടാവും ട്ടോ. അത്രയൊക്കെ ആൾക്കാരേ ഉള്ളൂ. അതും സക്സസ്ഫുൾ ആയിട്ട് നല്ല നല്ല കമ്പനീസിലൊക്കെ നല്ല ബെറ്റർ സാലറിയിൽ പ്ലേസ് ആയ എംപ്ലോയീസ് പോലും അവര് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോയവരൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയാ ടോക്സിക് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഇട്ടിട്ട് പോകരുത്. ചിലപ്പം ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നിർത്തിയിട്ട് പോകുമ്പോൾ നിങ്ങൾക്കാണ് നഷ്ടം വരുന്നത്, നമുക്കാണ് നമ്മുടെ കരിയർ നഷ്ടം വരുന്നത്. ഇന്നത്തെ കാലത്ത് എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിരിക്കുക, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ഒക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ടുപേരുടെയും ഇൻകം എന്നുള്ളത് ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം മാൻഡേറ്ററി തിങ് ആണല്ലോ. അപ്പം സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ടോക്സിക് എന്നുള്ള നിങ്ങളുടെ വർക്ക് പ്ലേസ് ടോക്സിക് ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ വേറെ ആദ്യം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നവരാണെങ്കിൽ അവരിന്ന് ചിലപ്പം അവർ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, ബെറ്റർ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക, അവിടെ തന്നെ സ്റ്റക്ക് ആയി പോവാതിരിക്കുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ എന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ നിന്ന് മാറി വേറെ കമ്പനിയിലേക്ക് വന്നു. അവിടെ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ വന്ന കമ്പനീസ് ഒക്കെ ബെറ്റർ ആയിരുന്നു കേട്ടോ. എനിക്കൊന്നും പറയാനില്ലാത്ത പോലെ ഇപ്പൊ സ്ക്രം ഒക്കെ ഉണ്ട് എന്നല്ല, എപ്പോഴെങ്കിലും ഒക്കെ പ്രഷർ വരും. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയാ കമ്പനിക്ക് ചില ടൈം ഉണ്ടാവും. അവർക്ക് പുതിയ ഒരുപാട് ക്ലയൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ നമുക്ക് മനസ്സിലാവും. നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കമ്പനി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജോലിയുള്ളൂ. അപ്പൊ ഈ സ്ക്രമ്മും അജയിലും ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു റിലാക്സ്ഡ് ആവും നമ്മളൊന്നും. നമുക്ക് മനസ്സിലാവും ആ ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് വരുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ എത്രത്തോളം റിലാക്സ്ഡ് ആണ് ഇപ്പോഴെന്നുള്ളത് ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് വന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്ലാനിങ് ഉള്ള ഒരു പ്രോപ്പർ മെത്തേഡ് ഫോളോ ചെയ്യുന്ന കമ്പനിയാണ്. നിങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന്. അപ്പൊ നമ്മൾ ആ കമ്പനീന്റെ വർക്ക് നേച്ചറും വർക്ക് കൾച്ചറും ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ടോപ്പിക്കിനെ പറ്റി എന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും റെസണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരിക്കൂലേ ഇത്. അപ്പം എന്താ ക്രിയേറ്റീവ് ആയിട്ടിരിക്കുക, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, എന്നാൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ വളരാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രൊഫഷണൽ ലൈഫിൽ
ലൈഫിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ പേഴ്സണൽ ലൈഫ് കയ്യിൽ നിന്ന് പോകാതെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഡെഫിനറ്റ് ആയിട്ടും കമന്റ് ചെയ്യണം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണ്, ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പീനിയൻ ഷെയർ ചെയ്യണം. താങ്ക് യു.